ഇവിടെ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭത്തെ തുറന്നു നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ തോതിലുള്ള ഭരണമാറ്റം പോലും ഉണ്ടായില്ല. എന്നാൽ ഇവിടെ നമ്മൾ ശ്രീലങ്കയെ കാണണം. ശക്തമായ ജനകീയ ബദൽ ഉയർത്തിക്കൊണ്ടാണ് ശ്രീലങ്കയെ നയിക്കാൻ അവിടെ ശ്രമിച്ചത്. അതിന് നല്ല ഫലമുണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അവിടെ അധികാരത്തിലെത്തുന്ന നിലയുണ്ടായത്. ഇപ്പോൾ ശരിയായ രാഷ്ട്രീയ ധാരണ, ബദൽ സമീപനം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുക എന്നത് പ്രധാനമാണ്. ഇല്ലെങ്കിൽ നിലനിൽക്കുന്ന വ്യവസ്ഥക്കെതിരായ കലാപങ്ങൾ ലക്ഷ്യബോധത്തിലെത്താതെ തകർന്നു വീഴും എന്നത് നാം കാണണം. ഇപ്പോൾ ശരിയായ രാഷ്ട്രീയ പ്രചരണം, ഇടപെടൽ ഉണ്ടായാൽ മുന്നേറാനാകും. അതിൻ്റെ തെളിവാണ് ജനതാ വിമുക്തി പെരുമുനയുടെ ശ്രീലങ്കയിലെ വിജയം. നേരത്തെ അവർക്ക് 3 സീറ്റാണ് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. അവരാണ് 196 സീറ്റിലേക്ക് ജയിച്ച് കയറിയത്. ഇത് കാണിക്കുന്നത് അസംതൃപ്തരായ ജനതയെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന സ്ഥിതി ഉണ്ടാകണം. അപ്പോഴാണ് രാജ്യത്തിൻ്റെ ഭരണത്തെ പോലും മാറ്റിമറിക്കാൻ കഴിയുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലും ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷം പലയിടങ്ങളിലും ജയിച്ചു വരുന്നുണ്ട് എന്നത് നാം കാണേണ്ടതാണ്. പക്ഷേ അമേരിക്കയിലെ ട്രംപിൻ്റെ വിജയം ലോകത്തിന് തന്നെ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ ട്രംപ് സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ അത് ട്രാൻസ്ജെൻഡറുകൾക്കെതിരെയും കുടിയേറ്റക്കാർക്കെതിരെയും തിരിയുന്ന നില വന്നിരിക്കുന്നു. ഇപ്പോൾ ലോകത്ത് പുതിയ ചിന്തകൾക്ക് പകരം പ്രാചീനമായ ചിന്തകളെ ആധുനികമെന്ന വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് വലതുപക്ഷ ശക്തികൾ ലോകത്തിലെ ആശയമണ്ഡലത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്.